പത്തനംതിട്ട അടൂർ നഗരസഭയിൽ സ്വന്തം പാർട്ടിയിലെ നഗരസഭാധ്യക്ഷയ്ക്കെതിരായ ലഹരി ആരോപണം തിരുത്തി CPIM കൗൺസിലർ. നഗരസഭാ അധ്യക്ഷയായ ദിവ്യ റജി മുഹമ്മദ് ലഹരി മാഫിയയെ സഹായിക്കുന്നു എന്ന ആരോപണത്തിൽ തെറ്റുപറ്റിയെന്ന് കൗൺസിലർ റോണി പാണംതുണ്ടിൽ പറഞ്ഞു. CPIM വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ആദ്യം അത് കേൾക്കാം. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൗൺസിലർമാർ തമ്മിലുള്ളൊരു ചർച്ച നടക്കുന്ന സ്ഥലമാണ്. മൂന്നാമതൊരാൾ അതിനകത്തില്ല. 28 കൗൺസിലർമാർക്ക് മാത്രമേ ആ ഗ്രൂപ്പിലുള്ളൂ. അപ്പോൾ അതിനകത്താണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ പ്രശ്നം ഈ ഇല്ലത്തുകാവ് ക്ഷേത്രം അല്ലെങ്കിൽ സെൻറ് മേരീസ് സ്കൂൾ മാനേജ്മെൻറ്റ് റെസിഡൻറ്റ് അസോസിയേഷൻ ഇവർ രേഖാമൂലം പരാതി എഴുതി നൽകുകയും എപ്പോഴും എന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നതാണ്. അപ്പം അവിടുത്തെ ലൈറ്റ്, ക്യാമറ മുതലായ കാര്യങ്ങൾ വെക്കണമെന്ന എൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നൊക്കെ അത് ചെയ്യാത്തതിലുള്ളൊരു ആ സമയത്തൊരു വികാരപരമായ ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ മാനസികാവസ്ഥയിലാണ് ഞാൻ നിങ്ങളിതിനെ സഹായിക്കുന്നു എന്ന തരത്തിലേക്ക് സംസാരിച്ചത്. ചെയർപേഴ്സണെ എനിക്ക് വളരെ കുട്ടിക്കാലം പോലെ അറിയാവുന്ന ഒരാളാണ്. ചെയർപേഴ്സൺ ലഹരി മാഫിയയുടെ ആളല്ല, ചെയർപേഴ്സൺ ലഹരി കച്ചവടമുള്ള ആളല്ല. ഇതെനിക്ക് നല്ല ബോധ്യമുണ്ട്. കൗൺസിലറുടെ പുതിയ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. AV ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, നേരത്തെ ഈ സ്വന്തം പാർട്ടിയിലെ നഗരസഭാധ്യക്ഷയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ലഹരി ആരോപണം ഉയർത്തിയത് വലിയ രീതിയിൽ ചർച്ചയായതാണ്, വലിയ വാർത്തയായതാണ്. ഇപ്പോൾ കൗൺസിലർ അത് തിരുത്തുന്നുണ്ട്. പുതിയ പ്രതികരണം എങ്ങനെയാണ്? ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പുറത്തു വന്ന ശബ്ദരേഖ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ? റിജിത്ത്, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കൗൺസിലർമാരുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ റോണി പാണത്തുങ്കൽ ഇത്തരത്തിൽ നഗരസഭാ അധ്യക്ഷ ലഹരി മാഫിയയുടെ ആളാണ്, അവർ ലഹരി മാഫിയെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഇത് ബന്ധപ്പെട്ട വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നത്. പിന്നാലെ പാർട്ടി വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും പാർട്ടി പൂർണ്ണമായും ഈ നഗരസഭാ അധ്യക്ഷ ദിവ്യ റജിയെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന വിശ്വാസത്തിലെടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം പാർട്ടി തന്നെ ഈ റോണി പാണത്തുങ്കലിനുൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭാ അധ്യക്ഷയ്ക്കെതിരെയുള്ള നിലപാട് പരസ്യമായി തിരുത്തണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഏറെ ദിവസങ്ങൾക്ക് ശേഷം അടൂർ ഏരിയ സെക്രട്ടറിയുടെ കൂടി സാന്നിധ്യത്തിൽ ഇത്തരത്തിൽ റോണി പാണത്തുങ്കൽ വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് താൻ അന്ന് തരത്തിൽ ഈ ദിവ്യ റജിക്കെതിരെ നടത്തിയത് ഒരു വൈകാരിക പ്രകടനമാണ് എന്നുള്ള പരാമർശം നിലവിൽ നടത്തുന്നത്. മലക്കം മറയിലാണ് ഈ റോണി പാണത്തുങ്കലിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അന്ന് കൗൺസിലർമാരുടെ ഗ്രൂപ്പിൽ പറഞ്ഞതിന്റെ നേരെ വിപരീതമായി ഇന്ന് അത്തരത്തിൽ ഇവർ ലഹരി മാഫിയയുടെ ആളല്ലെന്നും താൻ വൈകാരികമായി പ്രതികരിച്ചു എന്നുമാണ് ഇപ്പോൾ എന്തായാലും റോണി പാണത്തുങ്കൽ പറയുന്നത്. ഈ പാർട്ടിയുടെ തന്നെ കർശന നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഏരിയ സെക്രട്ടറിക്കൊപ്പം ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി തെറ്റേറ്റു പറയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അടൂർ കേന്ദ്രീകരിച്ച് പത്തനംതിട്ടയിലെ CPIM ഉൾപ്പെടെ ഇത്തരത്തിൽ റോണി പാണത്തുങ്കലിന്റെ പരാമർശങ്ങൾ ചർച്ചയായിരുന്നു. റോണിയെ പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം നേതാക്കളുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ വിളിച്ച് പാർട്ടി കാര്യങ്ങൾ വ്യക്തമാക്കി. നഗരസഭയിലെ തന്നെ പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. ഒപ്പം തന്നെ ഈ ദിവ്യ റജി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ കൂടി ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ന് ദിവ്യ റജിക്കെതിരെ ഒരു ഖേദപ്രകടനം റോണി പാണത്തുങ്കൽ നടന്നത്. എന്തായാലും ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടി വരും ദിവസങ്ങളിൽ ഏരിയ കമ്മിറ്റി ചേർന്ന് സ്വീകരിക്കുമെന്നാണ് ഏരിയ സെക്രട്ടറി നിലവിൽ വ്യക്തമാക്കുന്നത്. രജിത്ത്, AV ജയശങ്കർ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്ന്.